Hi friends, welcome to the new video of Webjet to Learn. Today we are with the second part of poetic elements. Okay, the link of the first part is given in the description box. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക. വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന പ്രസക്ത ഭാഗങ്ങൾ അതുപോലെ തന്നെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വീഡിയോ പോസ്റ്റ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, dear students, please watch this video. What's your opinion about the videos? The ants are behaving like human beings, right? Or they have some human qualities. Okay, am I right? Now read these sentences. My alarm clock yells at me to get out of the bed every morning. The moon smiled at the stars in the sky. The tree shook its branches angrily. Lightning danced across the sky. The wind whistled to the hill. All these sentences have a common quality. എല്ലാ ദിവസവും രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനായി എൻ്റെ അലാറം അലറി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദി അലാം ഗെറ്റ്സ് എ ഹ്യൂമൻ ക്വാളിറ്റി. ചന്ദ്രൻ നക്ഷത്രങ്ങളോട് ചിരിക്കുന്നു എന്ന് പറയുമ്പോഴോ ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് ദർ. അതുപോലെ ദ ട്രീ ഷുക്ക് ഇറ്റ്സ് ബ്രാഞ്ചസ് ആംഗ്രിലി, മരം അതിൻ്റെ ശാഖകളെ പിടിച്ചു കുലുക്കുന്നു എന്ന് പറയുമ്പോഴും, മിന്നൽ ആകാശത്ത് നൃത്തം വെക്കുന്നു എന്ന് പറയുമ്പോഴും, കാറ്റ് മലയെ ചൂളം വിളിക്കുന്നു എന്ന് പറയുമ്പോഴും നോൺ ഹ്യൂമാൻ തിങ്സ് ആയ ഇവയ്ക്കൊക്കെ അല്ലെങ്കിൽ അമാനുഷികമായ ഇവയിലെല്ലാം തന്നെ ചില മാനുഷിക ഗുണങ്ങൾ പ്രകടമാകുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. Or we can say personification is a figure of speech where a non-living object is typically described to seem like a person. Okay. Friends, see this. Yesterday, my younger daughter challenged me to say this without any mistake. I did it, and I'm sure that you can also do it. Try this. കളകളമിളകുമരരുവിയിലലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിനു മലരിതളുതിരുമൊരളികുലമിളകിയ ചുരുളളകം. We know very well that it's a tongue twister in Malayalam. Am I right? What is special in it? ഇതിൽ ലാ ശബ്ദം ആവർത്തിച്ചു വരുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? Now listen this. Betty bought some butter, but the butter was bitter, so Betty bought some more butter to make the bitter butter better. In this case, the sound of the letter B repeats, right? Means in both cases, a particular sound used at the beginning of adjacent or closely connected words, they are actually called alliteration. As I told earlier, this one is also a literary device. Let's move on these examples. Okay, my dear friends, before moving on to the next poetic elements, let me say an experience. Yesterday, I went to my friend Shruti. She's a teacher and a singer too. When I reached there, she was singing a Malayalam song by referring an English book. Listen these songs. After that, we can discuss the secrets. Okay? തൊട്ടു തൊട്ടു നിന്ന് മുട്ടി മുട്ടി വന്ന് മുത്തമിട്ടതാരാണ്? പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു.
കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. I hope all of you enjoyed the songs. തൊട്ടു വന്ന് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ഗാനം ശ്രദ്ധിച്ചാൽ നമ്മുടെ സെൻസ് ഓഫ് ടച്ചിനെയാണ് യഥാർത്ഥത്തിൽ പോയറ്റ് അപ്പീൽ ചെയ്യുന്നത്, അല്ലേ? We can say the poet appeals to the reader's sense of touch by describing something the speaker of the poem feels on the body. എന്നാൽ രണ്ടാമത്തെ പാട്ടിലേക്ക് വരുമ്പോൾ പൂക്കൾ പനിനീർ പൂക്കൾ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ആക്ച്വലി ദ പോയറ്റ് അപ്പീൽസ് ടു ദ റീഡേഴ്സ് സെൻസ് ഓഫ് സൈറ്റ് ബൈ ഡിസ്ക്രൈബിങ് സംതിങ് ഹി സീസ്, അല്ലേ? കുയിലിൻ്റെ മണിനാദം എന്ന് തുടങ്ങുന്ന മൂന്നാമത്തെ പാട്ടിൽ actually the poet appeals to the reader's sense of hearing, means sound, right? കസ്തൂരി മണക്കുന്നല്ലോ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ പോയറ്റ് അപ്പീൽ ചെയ്യുന്നത് സെൻസ് ഓഫ് സ്മെല്ലാണ്. ഓക്കെ, ദ പോയറ്റ് അപ്പീൽസ് ടു ദ സെൻസ് ഓഫ് സ്മെൽ ബൈ ഡിസ്ക്രൈബിങ് സംതിങ് ദ സ്പീക്കർ ഓഫ് ദ പോയം ഇൻഹേൽസ്. അയല പൊരിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? Anyhow, here the poet appeals to the reader's sense of taste by describing something he or she tastes, right? By this all, we can conclude imagery is a literary device that helps the readers to picture the scenes as if it were real. Listen these all examples. Friends, watch this video. My friend Rahul sent this video with a caption, "Ever Puliyar Gatto." What do you say about it? Is she a leopard? She's a human being, no? But he could find some features and compared with a leopard. Actually, this is a literary tool to compare two things. Means metaphor. So, a metaphor is a figure of speech that's used to make a comparison between two things that are not alike but do have something in common. Okay? Listen these examples too. She's a doll. Her voice is music to ears. His heart is gold. The world is a stage. You are a rock. Let us revisit the examples once again. So the first one is, she is a doll. We know very well that no one can become a doll, but some features of a doll is same in the case of that girl, right? And the second case, her voice is music to ears, means the sound itself is the music for him. And the third, we know a heart could not become gold. Anyhow, somebody compare both and tells like this, right? And in the case of the fourth one, the world is a stage. It is a sentence of the great writer William Wordsworth. And here we know very well that what is a stage and what is world. That should not be same but compares, right? And finally, the fifth one is, you are a rock. We know what is a feature of a rock and a
person. That could not be same, but some comparison is happening there. That's why they said you are a rock, right? Let's move on to the next literary tool to compare two things. Let me use the same sentences which we learned as metaphor. She runs like a leopard. I think you got the difference. Earlier, we used she is a leopard. Actually, it is a metaphor, whereas she runs like a leopard. Here, the comparison is with the word like. There lies the difference. Okay. This tool of comparison is usually known as simile. Simile is a figure of speech comparing two unlike things that is often introduced by like or as. Clear? Clarify the differences between a simile and a metaphor comparing with the sentences. Okay.